ഇന്നും ഉമാദേവിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് രോഗങ്ങളെയാണ്. ഒരു ചെറിയ മൂക്കടപ്പ് വന്നാൽ മതി, അസ്വസ്ഥമാകും. ഈ അവസരങ്ങളിലാണ് ഇവൾ ശരിക്കും ഒരു സ്ത്രീയുടെ സ്വഭാവം പുറത്തെടുക്കുന്നത്. തൻ്റെ രോഗം ശ്രദ്ധിക്കാത്ത പാപ്പാനോടും കമ്മിറ്റി ഭാരവാഹികളോടും കൂടുതൽ അടുക്കും, സ്നേഹം കാണിക്കും, അറിയാവുന്ന തരത്തിൽ കാര്യങ്ങൾ ബോധിപ്പിക്കും, മരുന്നുകൾ വാങ്ങിപ്പിക്കും. എങ്ങനെയുണ്ട് സംഗതി? ഉമാദേവിയെ ഇക്കാര്യത്തിൽ ഒന്നും പറയാനാവില്ല. കൊള്ളികൊണ്ട് അടികൊണ്ട പൂച്ചയ്ക്ക് മിന്നാമിന്നിയെ കാണുമ്പോൾ പേടി എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ഇവളുടെ അവസ്ഥ. ഒരിക്കൽ അതിൻ്റെ എരിവും പുളിയുമെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഇനി ആ അടഞ്ഞ അധ്യായങ്ങൾ തുറക്കുവാൻ ആഗ്രഹമില്ല. അത്രത്തോളം മനസ്സ് വേദനിച്ചു കഴിഞ്ഞു. ഒരിക്കൽ ഇവൾ അമ്പലത്തിനടുത്തുള്ള ഒരു പുഴയിലിറങ്ങി കുളിക്കുകയായിരുന്നു. അരയോളം വെള്ളത്തിൽ അങ്ങനെ നീന്തി തുടിക്കുമ്പോൾ അതാ ഒരു വലിയ ശബ്ദം. മരാമത്ത് പണിക്കായി കൊണ്ടുവന്ന ഒരു ലോഡ് ചല്ലി ലോറിയിൽ നിന്നും നിലത്തേക്ക് തുറന്നിറക്കിയ ശബ്ദമായിരുന്നു അത്. കുളിച്ച പാതി കുളിക്കാത്ത പാതി ഈ ഒച്ച കേട്ടതും ഇവൾ കുളി മതിയാക്കി കരയിലേക്ക് ഓടിക്കയറി. എന്നിട്ട് ഓട്ടമായി. കണ്ടവർക്കാർക്കും കാര്യം ആദ്യം മനസ്സിലായില്ല. ചിലർ കരുതി ഗുരുവായൂരിലെ ആനയോട്ട മത്സരത്തിന് ഒരു കൈ നോക്കാനുള്ള പരിശീലനമായിരിക്കുമെന്ന്, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും. പിന്നാലെ ഓടി പാപ്പാൻ അജി ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഫലിച്ചില്ല. ഇവളുടെ ഓട്ടം കണ്ട് എതിരെ വന്ന പലരും ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് അവർക്ക് ചിരിയാണ് വന്നത്. നേർക്ക് നേർ വന്നവർ ഇവൾക്ക് പോകാൻ വഴി ഒഴിഞ്ഞു നിന്നപ്പോൾ അതാ അവർക്ക് പോകാൻ ഒതുങ്ങി വഴിയുടെ എതിർവശത്ത് നിൽക്കുകയാണ് ഈ പാവം. അങ്ങനെ നേരെ വന്ന പശുവിനും പട്ടിക്കും പൂച്ചയ്ക്കുമെല്ലാം ഇവൾ വഴിമാറി ഒതുങ്ങി നിന്നു കൊടുത്തു. ഈ കാഴ്ച കണ്ടവർക്കെല്ലാം എക്കാലവും ഓർത്ത് ചിരിക്കാനുള്ള വക സമ്മാനിക്കുകയായിരുന്നു ഉമാദേവി. ഈ ജീവിതത്തിൽ ആരോടെങ്കിലും ഇവൾക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കോഴികളോടാണെന്ന് പറയാം. ഒന്നുമല്ലേലും താനൊരു ആനയല്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ അടുത്തു വരുന്നതിന്? ആ അഹങ്കാരത്തിന് ഒരു പൂശു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. 5-6 പേര് ഈ തുമ്പിയുടെ ചൂരങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. വേണമെന്ന് കരുതിയിട്ടല്ല, ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് വന്നാൽ പിന്നെ എന്തു ചെയ്യും? അതെ, ഉമാദേവി ഒരുങ്ങുകയാണ്. കർക്കിടകത്തിലെ ഔഷധ സേവയെല്ലാം കഴിഞ്ഞു. നോക്കൂ, ഞാനിപ്പോൾ സുന്ദരിയല്ലേ? അതെ, ആര് പറഞ്ഞു അല്ലാന്ന്? കേരളത്തിൽ ഇന്നുള്ള പിടിയാനകളിൽ ഉമാദേവി ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ചേട്ടാ എത്ര വർഷമായി ആനയോടാ? ഞാൻ മേടിച്ച കാലം തൊട്ട് ഞാൻ തന്നെ. 18 വർഷമായിട്ട് ഞാൻ തന്നെ. ഒരു കുഴപ്പമില്ല. ആർക്ക് വേണം നിങ്ങൾ എനിക്കും സെറ്റിങ്, ഒരു കുഴപ്പമില്ല. നാട്ടുകാരായിട്ടൊക്കെ നല്ല ടൈംസാണ്. പുറത്ത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. തീറ്റയൊക്കെ പഴമോ ശർക്കരയൊക്കെ കൊടുത്ത് ഓലയൊക്കെ കൊടുത്ത് അങ്ങനെ ടച്ചായിട്ട് നോക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. ഇതുവരെ വന്നിട്ട് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവരും ഭക്തരോടൊക്കെ വലിയ കാര്യമാണ്. പിള്ളേരും വെള്ളമോടെ കഴിപ്പിച്ചൊക്കെ കൊണ്ട് കൈ വെച്ച് കൊടുക്കും. എന്നുള്ള കുഴപ്പമില്ല. എൻ്റെ ഒരു അജി. ആളുകൾ പഴവും അതൊക്കെ കൊടുക്കുമല്ലോ ഇവിടെ വരുന്നവരെല്ലാം വെള്ളമോടെ കഴിപ്പിച്ചുകൊണ്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാകില്ല, ആന കെട്ടിച്ച് പോയി കൊണ്ടേ കൊടുത്തോളൂ. വെള്ളം കൊടുക്കലും തീറ്റ കൊടുക്കലൊക്കെ അവരൊക്കെ തന്നെ.